ഇപ്പൊ ആര് ബിരിയാണി ചെയ്താലും അല്ലേ, ധ്യാന ലാസ്റ്റ് ടൈം ധ്യാൻ എന്നെ കണ്ടപ്പോ നമ്മളൊരു പ്രോഗ്രാം ചെയ്തപ്പോ എന്നോട് പറഞ്ഞല്ലോ, ധ്യാന്റെ ബിരിയാണി ഭയങ്കര ടേസ്റ്റ് ആണെന്നാണ്. ഞാൻ തന്നെ പറഞ്ഞതല്ലേ. അതെ, അത് അല്ല ഇപ്പൊ നാട്ടുകാരത് ഏറ്റെടുത്തു. കഴിച്ചവരാണോ കഴിക്കാത്തവരാണോ ഒന്നും അറിയാൻ മേല, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആണെന്നാ പറയുന്നത്. എടാ അതിന്റെ റെസിപ്പി ഒന്ന് പറയാവോ? ചേച്ചി അത് അങ്ങനെ പെട്ടെന്നൊന്നും ചേച്ചിക്ക് പഠിച്ചെടുക്കാൻ പറ്റും. എന്നതാ പറ. അല്ല, സാധാരണ മലബാർ നമ്മുടെ തലശ്ശേരി ബിരിയാണി, തലശ്ശേരി ദം ബിരിയാണി ശരിക്കും ഒരുപാട് പണിയെടുക്കണോ അതിന്? വേണ്ട, ചുമ്മാ വൈകായിട്ടൊന്ന് പറയാൻ നോക്കുവോ? ഞാൻ എന്നതേലും ഒന്ന് പിടിച്ചു നോക്കട്ടെ. അതിനകത്ത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ്, അത് മാത്രം പറഞ്ഞാലും മതി. അല്ല, സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഒന്നുമില്ല. ഇപ്പൊ സാധാരണ നമ്മള് അവിടുത്തെ മാത്രം നമ്മള് ഗരം മസാല ഇടുന്നതിന് പകരം അവിടുത്തെ ഒരു കൂട്ടുണ്ട്. അതെന്താ? അല്ല, അത് നമ്മൾ പൊടിച്ചെടുക്കണമല്ലോ. അതെന്താന്നാ ചോദിച്ചാ, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെ ഉണ്ടെന്ന്. ഇതൊക്കെ ഉണ്ടെന്ന് പറയരുത്. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന്റെ അളവ് പോലെ കറക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒരളവാണോ? ഏറ്റക്കുറച്ചിലുണ്ടോ? ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പിന്നെ പ്രധാനമായിട്ട് നമുക്ക് ആ നല്ല ആ ജീരകശാലയുടെ കറക്റ്റ് ആ കൈമയുടെ അരി കിട്ടണം. അരി പലപ്പോഴും നമ്മുടെ നാട്ടില് കിട്ടാൻ. അപ്പൊ ധ്യാൻ വെക്കുമ്പോ ഇങ്ങനെ നമ്മൾ ഊറ്റിയെടുക്കുവാന്നോ ചെയ്യുന്ന, വേവിച്ച് വെച്ചാ അതോ വറുത്തേച്ച് വറ്റിച്ചു വെക്കുവാന്നോ? എങ്ങനെ? ഇപ്പൊ നമ്മൾ അരി വറുത്തിട്ട് വെള്ളം ഒഴിച്ച് വറ്റിച്ചു വെക്കുവല്ലേ ചോറിങ്ങനെ? ചോറ് ഇങ്ങനെ നമുക്ക് രണ്ട് രീതിയിലും വെക്കാം. ചോറിന്റെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വെക്കാലോ. അപ്പൊ പിന്നെ ഇത് ഭയങ്കര കൈപുണ്യവാ കേട്ടോ. പിന്നെ ആണല്ലേ? അതല്ല, അല്ല, വീട്ടിലിപ്പോ ഒരുവിധം അച്ഛൻ നന്നായിട്ട് കുക്ക് ചെയ്യും. അച്ഛൻ അത്യാവശ്യം നന്നായിട്ട് ചെയ്യും. അച്ഛൻ സുഖമായിട്ടിരിക്കുന്ന? സുഖമായി. എന്റെ അന്വേഷണം പ്രത്യേകം പറയണേ.